സിനിമാ രംഗത്ത് തൻ്റേതായ കഴിവ് തെളിയിപ്പിച്ച് മുൻനിരയിലെത്തിയ താരമാണ് നടൻ ബേസിൽ ജോസഫ്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരം തന്നെയാണ്. ഒരേ സമയം ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുകയാണ് താരം ചെയ്യുന്നത്. സംവിധായകനായും നടനായും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് ബേസിൽ ജോസഫ്. വൈദികനായ ജോസഫിൻ്റെ മകനാണ് ബേസിൽ. ഷോർട്ട് ഫിലിംസിൽ ഒതുങ്ങിത്തുടങ്ങിയ ബേസിൽ അവസാനമായി സംവിധാനം ചെയ്തതാണ് മിന്നൽ മുരളിയിലാണ്. മരണമാസ് എന്ന സിനിമയിലാണ് അഭിനേതാവായി നമ്മൾ കണ്ടത്. ദീർഘകാല സുഹൃത്തും പ്രണയിനിയുമായിരുന്നു എലിസബത്ത്, ബേസിൽ ജോസഫിൻ്റെ ഭാര്യ. സിനിമ പോലെ മനോഹരമായ ഒരു പ്രണയകഥയാണ് ബേസിലിൻ്റേത്. നിരവധി അഭിമുഖങ്ങളിൽ തൻ്റെ പ്രണയത്തെ പ്രേക്ഷകരുമായി ബേസിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ബേസിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. പഠിക്കുന്ന കാലത്ത് ജൂനിയറായി എത്തിയതാണ് എലിസബത്ത്. എനിക്ക് അവളോട് ഇഷ്ടം തോന്നി. എലിസബത്ത് അന്നൊരു ചുവന്ന വലിയ ബാഗുമായി വരാറുള്ളത് ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നേരിട്ട് പോയി പരിചയപ്പെടാൻ മടിയായതുകൊണ്ട് സുഹൃത്തുക്കളുമായി ചേർന്നൊരു പ്ലാൻ റെഡിയാക്കി. ജൂനിയർ ആയതുകൊണ്ട് റാഗിങ് ചെയ്യാൻ കൂട്ടുകാരെ ഏൽപ്പിച്ചു. അവർ റാഗിങ് ചെയ്യാൻ തുടങ്ങുന്നതിനിടയിൽ ഇത് നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് ഞാൻ രക്ഷിക്കാൻ വരും എന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ മുമ്പേ തീരുമാനിച്ചതുപോലെ ഞാൻ രക്ഷിക്കാനെത്തി. മറ്റു സുഹൃത്തുക്കൾ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ മാറി. പക്ഷേ ഒരു സുഹൃത്ത് മാത്രം മാറുന്നില്ല. മൈൻഡ് പോലും ചെയ്യാതെ നിന്നു. അവനെ മാറ്റി നിർത്തി കണ്ണുരുട്ടിയാണ് ശരിയാക്കിയത്. ആദ്യ വർഷം എലിസബത്ത് ലേഡീസ് ഹോസ്റ്റലിലല്ല നിന്നിരുന്നത്. കോളേജിൽ നിന്നും അവർ നിന്ന ഹോസ്റ്റലിലേക്ക് 2 കിലോമീറ്റർ നടത്തമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയുമൊക്കെ നിന്ന് ഞാൻ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചായപ്പോഴേക്കും ചെറിയ സംശയമുണ്ടായിരുന്നു അവൾക്ക്. എല്ലാം സിനിമയെപ്പോലെ തന്നെ അവളുടെ ഒരു കൂട്ടുകാരി എനിക്ക് സപ്പോർട്ടായിരുന്നു. എലിസബത്തിൻ്റെ ബാഗിൽ ബർത്ത്ഡേ ഗിഫ്റ്റിന് ഒളിപ്പിച്ച് വയ്ക്കാൻ ഞാൻ അവളെ ഏൽപ്പിച്ചു. എലിസബത്ത് അന്ന് വീട്ടിൽ പോയി ബാഗ് എടുത്ത് വയ്ക്കുന്നതിനിടയിൽ എൻ്റെ ഗിഫ്റ്റ്, ഇയാളെന്തിനാ എനിക്ക് ഈ ഗിഫ്റ്റ് തരുന്നത്, എന്തൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു എലിസബത്തിൻ്റെ മനസ്സിൽ. 1.5 വർഷമാണ് എലിസബത്തിൻ്റെ പുറകെ ഞാൻ നടന്ന്. ആദ്യം നോ പറഞ്ഞെങ്കിലും പിന്നീട് പ്രണയത്തിലായി. 7 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2017 അവർ വിവാഹിതരായത്. ഇവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചു. ദാമ്പത്യത്തിൽ പരസ്പര സുഹൃത്തുക്കളായി ഇരിക്കുന്നതാണ് നല്ലത്. ഭർത്താവെന്നോ ഭാര്യയെന്നോ അവിടെ ഒരു വേർതിരിവ് വരാൻ പാടില്ല. വേർതിരിവ് വരുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബേസിൽ പറയുന്നു, കല്യാണം ഇപ്പോൾ കഴിക്കല്ലേ, നീ ലോക്കാവും എന്നൊക്കെ ഉപദേശിച്ചവർ ഒരുപാടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആ തീരുമാനത്തിൽ ഒരിക്കലും ഖേദിച്ചിട്ടില്ല. തൻ്റെ സന്തോഷത്തിൽ ഭാര്യയ്ക്കും മകൾക്കും പങ്ക് വളരെ വലുതാണ്. എപ്പോഴും താൻ സന്തോഷവാനായിരിക്കാൻ കുടുംബം സഹായിക്കാറുണ്ടെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു. വിവാഹ ജീവിതത്തിൻ്റെ മനോഹരമായ 8 വർഷം പിന്നിട്ടുവെന്ന് ബേസിൽ ഇതിനോടകം കൂട്ടിച്ചേർക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.